യൂറോപ്പിനോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആവശ്യപ്പെട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. യൂറോപ്പ് സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ ഉക്രൈൻ കീഴടക്കിയാൽ അടുത്ത ലക്ഷ്യം യൂറോപ്പ് ആയിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഭാവിയിൽ യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് തള്ളിക്കളയാനാവില്ലെന്ന് ഇമ്മാനുവൽ മക്രോൺ നേരത്തെ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് പല പ്രാവശ്യവും റഷ്യ ആണവായുധ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും മക്രോണിന്റെ പ്രസ്താവനയെ പിന്തുണച്ചില്ലെങ്കിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ യൂറോപ്പിനോട് മുഴുവനായും ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുവാൻ മക്രോൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വിജയിച്ചാൽ യൂറോപ്പിന്റെ വിശ്വാസ്യത പൂജ്യത്തിലേക്ക് ചുരുങ്ങുമെന്ന് മക്രോൺ പറഞ്ഞു. യൂറോപ്പ് ബലഹീനമാണെന്നുള്ള ചിന്ത റഷ്യയ്ക്ക് നൽകാൻ പാടില്ല. റഷ്യ ഫ്രാൻസിന് നേരെ ആക്രമണോത്സുകമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായി ഒരു യുദ്ധത്തിന് ഫ്രാൻസ് ഒരുക്കമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉക്രൈൻ വളരെയധികം ബുദ്ധിമുട്ടിലാണെന്നും സഹായിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞ മക്രോൺ പക്ഷേ ഏത് രീതിയിലുള്ള സൈനിക വിന്യാസമാണ് ഉക്രൈനിൽ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.